അയ്യേ ആം ആദ്മിയോ അതൊരു താൽക്കാലിക പ്രതിഭാസം, അല്പപ്രാണികളുടെ അരാഷ്ട്രീയ കൂട്ടമല്ലേ എന്ന വെയിൽ കൊള്ളാത്ത വിയർപ്പിന്റെ രോഗമുള്ള ദന്തഗോപുര ബുദ്ധിജീവികളുടെ പരിഹാസ നടുവിലാണ് ഒരു മനുഷ്യൻ, ഒരു ചെറു സംഘവും രാജ്യതലസ്ഥാനത്തിന്റെ ഗല്ലികൾ ഇടവഴികളിൽ പുഴുക്കളെപ്പോലെ മനുഷ്യർ ജീവിച്ചു ചാവുന്ന നാറുന്ന ചേരികളിൽ മടുപ്പില്ലാതെ ഇറങ്ങിയത്. രക്തം മരയ്ക്കുന്ന കൊടും തണുപ്പിൽ പൊള്ളിപ്പൊളിയുന്ന കൊടും ചൂടത്ത് മൻ കി ബാത്ത് അല്ലാതെ പ്രത്യാശാ പതാക ഏന്തിയ ചെറുസംഘം പിന്നീട് പതിനായിരങ്ങളാകുന്നതും ജനമഹാസമുദ്രമാകുന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സമാനതകളില്ലാത്ത ഐതിഹാസിക മുന്നേറ്റമാണ്. രാജ്യമല്ല, ലോകമെന്ന് വിളിച്ചതാണ് അരവിന്ദ് കെജ്രിവാൾ, ദ ഗ്രേറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ വിസാർഡ്. ആ രാഷ്ട്രീയ മിറക്കിൾ പാർട്ടി ഉണ്ടാക്കി കേവല മാസങ്ങൾക്കകം ചേരികളുടെ അടക്കം ഹൃദയം തൊട്ട് 28 സീറ്റുമായി അധികാരം പിടിച്ചതാണ്. ഈ സഖ്യരാഷ്ട്രീയത്തിൽ എനിക്കെന്റെ ഭരണം കാഴ്ചവെക്കാവതല്ല എന്ന പ്രഖ്യാപനത്തിൽ വർഷമൊന്ന് പൂർത്തിയാകും മുമ്പ് രാജി. ഇന്നലെ കുരുത്ത തകരക്ക് ഇത്രയ്ക്ക് വേണോ രാഷ്ട്രീയ ധാർഷ്ട്യം എന്ന ചോദ്യത്തിന് ഡൽഹിക്കാരുടെ മറുപടി 70-ൽ 65 സീറ്റാണ് ആധികാരികം. പിന്നീട് തുടർച്ചകൾ. പഞ്ചാബിൽ ഭരണം, ഹരിയാനയിൽ, ഗുജറാത്തിൽ ആഴത്തിൽ വേരുകൾ, ഉയർച്ചയുടെ പദവിയിൽ. ചുരുങ്ങിയ കാലം കൊണ്ടേ ദേശീയ പാർട്ടി സംഘവാഴ്ചയുടെ മൂക്കിൻ തുമ്പിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും വീഴാത്ത വഴങ്ങാത്ത അരവിന്ദൻ അന്നേ ചതുർത്ഥിയാണ്. വാരണാസിയിൽ പോയി പ്രധാനമന്ത്രിക്ക് മുഖാമുഖം നിന്ന് വോട്ടുകൾ വാരിയതും മോദി നിങ്ങളുടെ ബിരുദ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന ചോദ്യത്തിലെ കൂസലില്ലായ്മയിൽ 56 ഇഞ്ചിലെ കാതലില്ലാ പൊള്ളയിൽ തുടങ്ങിയതാണൊരു പെടപെടപ്പ്. അവൻ വിറയ്ക്കാത്തവൻ, ആവനാഴിയിൽ ആയുധങ്ങൾ തീരാത്തവൻ, എതിർച്ചേരി ഐക്യപ്പെട്ടാൽ അവനൊരു കരുത്തൻ സ്തംഭം പൂട്ടണം, വീണ് കിട്ടിയ ആയുധം ലിക്കർ പോളിസി. ആ സർക്കാരിലെ രണ്ടാമൻ സിസോദിയുടെ ജാമ്യ ഹർജിയിൽ ഈ അടുത്തും സുപ്രീം കോടതി ചോദിച്ചതാണ് കോടികളുടെ അഴിമതി എന്ന കേട്ടുകേഴ്വിയല്ലാതെ അരക്കഴിഞ്ഞിട്ട് തെളിവുണ്ടോ? ഇത് വിചാരണ വേളയിൽ 2 ചോദ്യത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കാട്ടിൽ കയറുന്ന കേസാണ്. അന്ന് ഈ കൊടികെട്ടി അന്വേഷണ മേലാളന്മാർ കോടതി മുറിയിൽ വെട്ടി വിയർത്തതാണ്. എന്നിട്ടും തീരാത്ത ഹുങ്കാരത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രിയെ രായ്ക്കുരാമാൻ പിടിച്ചകത്തിടാൻ തെളിവ് പിടിച്ചെടുത്ത കോടികളോ കാമ്പുള്ള രേഖകളോ അല്ല, ഒരു മാപ്പ് സാക്ഷിയുടെ കുറച്ച് വാക്കാണ്. ആ കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ 5 നാൾക്കകം 5 കോടിയാണ് ബോണ്ട് രൂപത്തിൽ അരബിന്ദോ മുതലാളിയുടെ കൈപ്പണം. അതിന്റെ തുടർച്ചയിൽ ഈ മുതലാളി റെഡ്ഡിയെ പ്രതിപട്ടികയിൽ നിന്ന് പരിശുദ്ധനാക്കി മാപ്പുസാക്ഷിയാക്കാൻ ദയാവാരിധിൽ ഇഡിയുടെ അപേക്ഷയിൽ അതിനു മുൻപൊന്നുമില്ലാത്ത പേര് പെട്ടെന്നങ്ങ് പൊട്ടിവീണു. കാശുകാരൻ നാവിൽ അരവിന്ദ് കെജ്രിവാൾ. സൂക്ഷ്മം 5 മാസങ്ങൾക്കകം ബോണ്ട് രൂപത്തിൽ BJPക്ക് വീണ്ടും കള്ളക്കപ്പം പല കോടികൾ. അങ്ങനെ ഒരു കേസിൽ പ്രതിയായൊരുത്തൻ BJPക്ക് കാശ് കൊടുത്ത് കുറ്റവാളിക്കൂട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ അയാളുടെ വാക്കുബലത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ സംഹാരത്തിന് ഇഡിയുടെ ചന്ദ്രഹാസമിളക്കലിൽ അധികാര ദുർവിനിയോഗം മറയില്ലാതെ ഉടുതുണിയില്ലാതെ ഡൽഹിത്തെരുവിൽ ചൂളി നിൽപ്പാണ്. ആരോരും അറിയില്ലെന്ന് കരുതിയ ബോണ്ട് പേപ്പറും ആ മാപ്പുസാക്ഷിയുടെ കയ്യും പിടിച്ച് അഴിമതിക്കെതിരെ കുരിശുദ്ധമെന്നൊക്കെ ഇനിയും അങ്ങ് ഗീറുവാണമടിക്കാൻ കേന്ദ്രമേ ഉളുപ്പുണ്ടോ? പ്രതിപക്ഷ നേതാക്കളെ അങ്ങനെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടി ലെവൽ പ്ലേയിങ് ഫീൽഡുകൾ തകർത്തെറിഞ്ഞ് പ്രതിപക്ഷത്തിന്റെ ചെലവകാശിൽ പോലും പാറ്റവാരിയിട്ട് ഇസ്ബാർ 400 543 പിടിച്ചെടുത്തങ്ങ് അധികാരവാഴ്ച നടത്തിയാലും ആ ധാർഷ്ട്യത്തോട് ഈ രാജ്യം റാൻമോൾ ദാസ്യം പ്രഖ്യാപിക്കുമെന്നാണോ അഹങ്കാരം? അതിമോഹമാണ്. 7 പതിറ്റാണ്ടുകളിൽ ആഴത്തിൽ വേരോടി ആകാശത്തോളം ശിഖരങ്ങളിൽ പതലിച്ച ഇന്ത്യൻ ജനാധിപത്യം അങ്ങനെ കഴിവിലേറ്റപ്പെട്ട് ചാവടിക്കാനും മാത്രം കരുത്തില്ലാത്തതല്ല. ഒരു ഭൂതകാലത്തിന്റെ പാതിരാത്രിയിൽ അറസ്റ്റിലായ ജയപ്രകാശ് നാരായണൻ വെടിയുണ്ട പോലെ പറഞ്ഞതാണ് വിനാശകാലേ വിപരീത ബുദ്ധി. ആ കാലം സത്യം ഒടുങ്ങാതിരിക്കിൽ, അധികാരക്കോട്ട വാഴുന്ന പേടിപ്പിക്കുന്ന സംഹാര രാഷ്ട്രീയത്തിന്റെ ഭ്രമകാലം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ വി ടി ബൽറാം, ശ്രീ വിനോദ് മാത്യു വിൽസൺ, ആം ആദ്മി പ്രതിനിധി, ശ്രീ നാരായണൻ നമ്പൂതിരി, ശ്രീ എൻ ലാൽകുമാർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ വിനോദ് മാത്യുവിലേക്ക് പോകുന്നു. ശ്രീ വിനോദ് മാത്യു, ജാമ്യം കിട്ടുന്നില്ല, കസ്റ്റഡിയിലേക്ക് പോകുന്നു, ഏറ്റവും ഒടുവിൽ പെട്ടെന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് ഹർജി പോകുന്നു, ഉടൻ പരിഗണിക്കില്ല എന്ന് ഡൽഹി ഹൈക്കോടതി പറയുന്നു, ബുധനാഴ്ചയാണ് പരിഗണിക്കുക. ഇതൊക്കെയാണെങ്കിലും കോടതികൾ അരവിന്ദ് കെജ്രിവാളിനോട് ആ കേസിന്റെ മെറിറ്റിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ ശ്രീ വിനോദ് വിൽസൺ മാത്യു? എനിക്ക് ആ ചോദ്യം ക്ലിയർ ആയില്ല, ലാസ്റ്റ് ഭാഗം ക്ലിയർ ആയില്ല. മെറിറ്റിൽ നിന്ന് സംസാരിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വാദം 100% നിരപരാധിയാണ് അരവിന്ദ് കെജ്രിവാൾ, ഈ പറയുന്ന ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറഞ്ഞ മാപ്പ് സാക്ഷിയുടെ വാക്കുബലം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടും കോടതികളിൽ അത് ബോധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് വിനോദ്? PMLA ആക്ട് എന്ന് പറയുന്ന ഒരു ഡ്രക്കോണിയൻ ലോ ആണ് ഇതിന്റെ ഭാഗം. ഹാഷ്മി, അഴിമതി നിരോധന നിയമം എന്ന് പറയുന്ന 1998 നിയമമുണ്ട്. ആ നിയമമല്ല, കാരണം ആ നിയമം ഇട്ടാൽ ജാമ്യം കൊടുക്കാൻ ഒരുപക്ഷെ കോടതി കഴിയും. ഹാഷ്മിക്ക് അറിയാം, ഒരുപക്ഷെ റീഡിംഗ് ഉള്ള ഒരാളായതുകൊണ്ട്, ക്രിമിനൽ കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പോസ് ചെയ്താൽ പോലും ചില കേസുകളിൽ കോടതികൾ ജാമ്യം കൊടുക്കാറുണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ. സുപ്രീം കോടതി പലപ്പോഴും വിചാരണ കോടതികളോട് പറഞ്ഞിട്ടുണ്ട്, മജിസ്ട്രേറ്റ് കോടതികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും
ഒരു സ്റ്റാമ്പായിരിക്കേണ്ട കാര്യമില്ല. മെറിറ്റിലേക്ക് പോയി ജാമ്യം കൊടുക്കുന്ന സാഹചര്യം പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ. ഇവിടുത്തെ പ്രശ്നം എന്താ? അഴിമതി നിരോധന നിയമത്തിന്റെ ഭാഗമായിട്ടല്ല ഈ കേസ്. കാരണം 1998 അഴിമതി നിരോധന നിയമത്തിന്റെ ഭാഗമായിട്ടായി കേസെങ്കിൽ കേജ്രിവാൾ ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. PMLA ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്ന് വെച്ചു. 2002 NDA സർക്കാർ കൊണ്ടുവന്ന നിയമമാണ്. ഈ നിയമം അതിന്റെ 45 എന്ന് പറയുന്ന വകുപ്പുണ്ട്. ആന്റിസിപ്പേറ്ററി ബെയിലിന് പോലും പ്രൊവിഷൻ ഇല്ല. പോക്സോ നിയമത്തിലില്ല. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ അട്രോസിറ്റി നിയമത്തിലും ഇല്ല. ഈ നിയമത്തിൽ ആ തിണ്ണയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇതിനകത്ത് പ്രതി തെളിയിക്കണം, ബാധ്യത, ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ബാധ്യത, നിയമത്തിന്റെ ബാധ്യത. ഈ കേസിൽ ഈ നിയമത്തിലെ ബാധ്യത പ്രതി കസ്റ്റഡിയിൽ കിടന്ന് തെളിയിക്കണം. ഒരു ആൾ കസ്റ്റഡിയിൽ പോയാൽ എത്ര എവിടെ നിന്നൊക്കെയാണ് ആരോപണം വരുന്നത്, എന്തൊക്കെ കള്ള കേസുകളാണ് ചമയ്ക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? കാരണം സിസ്റ്റം മുഴുവൻ അവരുടെ കയ്യിലല്ലേ. പോലീസ്, ആഭ്യന്തര സംവിധാനങ്ങൾ, ED ഏജൻസികൾ മുഴുവൻ. PMLA ആക്ട് ഇട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? PMLA ആക്ടിൽ ഈ കേസ് കൊണ്ടുവന്നിരിക്കുന്നതിന് വേണ്ടി. കാരണം ED, CBI അടുത്ത ഘട്ടത്തിൽ ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ നാരായണ നമ്പൂതിരി, ഇവിടെ ആകെയുള്ള തെളിവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന മാപ്പ് സാക്ഷിയുടെ വാക്കാണ്. അതിനപ്പുറം ഒന്നുമില്ലായിരുന്നു കെജ്രിവാളിനെതിരെ. കാര്യം മനീഷ് സിസോദിയുടെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സുപ്രീം കോടതി ജാമ്യ ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി ചോദിച്ചതാണ്, ഇതെവിടെയാണ്, ഇതിന്റെ തെളിവ് എവിടെയാണ്, ഇവിടെ മണി ട്രയൽ എവിടെയാണ്? ഒന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ശ്രീ നാരായണ നമ്പൂതിരി, സിസോദിക്ക് എതിരെയില്ലാത്ത തെളിവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇല്ല. ഈ മാപ്പു സാക്ഷി BJPക്ക് ഇയാൾ പ്രതിയായതിന് 5-ാം നാൾ 5 കോടി കൊടുക്കുകയും മാപ്പുസാക്ഷി ആയതിൻ്റെ കുറച്ച് മാസങ്ങൾക്കിപ്പുറം 25 കോടി പിന്നെയും കൊടുക്കുകയും ചെയ്തു. കള്ളപ്പണം BJPയുടെ അക്കൗണ്ടിലാണ് എന്ന് മനീഷ് സിസോദിയ അല്ലെങ്കിൽ എന്ന ആം ആദ്മി പാർട്ടി പുറത്തു വന്ന ഇലക്ട്രൽ ബോണ്ട് വെച്ച് വിശദീകരിക്കുന്നതിനെ BJP എങ്ങനെ പ്രതിരോധിക്കും? ശ്രീ നാരായണ നമ്പൂതിരി. ഒന്ന്, ഹഷ്മിയുടെ ആദ്യത്തെ ഇൻട്രോ സൂപ്പറാണ് കേട്ടോ, നല്ല വാചക കസർത്ത്. താങ്ക് യു കേട്ടോ. പക്ഷേ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കാര്യമില്ല എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിന് അങ്ങയുടെ വാചകമൊക്കെ ഗംഭീരമാവുന്നുണ്ട്. പക്ഷേ ഈ ആളുകളെ ഇങ്ങനെ ത്രസിപ്പിച്ച് നിർത്താനൊക്കെ കൊള്ളാമായിരിക്കും. പക്ഷെ അതിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഒരു മണി ലോണ്ടറിങ് കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളെ എന്താ പറയുക വാഴ്ത്തിപ്പാടുകയാണ്. അത് BJP മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി കൊടുക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കമ്മിറ്റി പരാതി കൊടുക്കുന്നതടക്കം പരാതികളും ആരോപണങ്ങളും അന്വേഷണവും ഒക്കെ ഉണ്ടായി. ഇന്ത്യയുടെ നിയമ സംവിധാനത്ത് 9 വട്ടം സമൻസ് അയച്ചിട്ട് ആ സമൻസിന് കീഴ്പ്പെടാൻ അല്ലെങ്കിൽ സമൻസിനനുസരിച്ച് മൊഴി കൊടുക്കാൻ തയ്യാറാകാതെ ഞാൻ ഇതിനുമൊക്കെ അപ്പുറം മുകളിലുള്ള ആളാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളിനെയാണ് താങ്കൾ വാഴ്ത്തുന്നത്. കുഴപ്പമില്ല, അതൊക്കെ വാഴ്ത്താൻ അങ്ങയുടെ അവകാശമുണ്ട്. അങ്ങക്ക് രാജകുമാരനാക്കാം, ദൈവമാക്കാം, എന്തുമാക്കാം അങ്ങക്ക്, അതൊക്കെ അങ്ങയുടെ അവകാശം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 9 വട്ടം സമൻസ് അയച്ചതാണ്. ആ സമൻസിന് ഒരു മറുപടി കൊടുക്കാൻ അതിന് എന്താ പറയണ്ടേ, അതിന് ചോദ്യം ചെയ്യാൻ ഒന്നും തയ്യാറാകാതെ കോടതിയിൽ പോയി. എന്നെ സമൻസ് അയച്ചതിനെതിരെ കോടതി സമൻസിനനുസരിച്ച് തെളിവ് കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ പറഞ്ഞു. എന്നെ അറസ്റ്റിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. കോടതി അതും നിഷേധിച്ചു. ഇപ്പോ സുപ്രീം കോടതിയിൽ അറസ്റ്റിനെതിരെ പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ പിൻവലിച്ചു. ഹാഷ്മി പറഞ്ഞതൊക്കെ സുപ്രീം കോടതി അങ്ങനെ ചോദിച്ചോ ഇങ്ങനെ ചോദിച്ചോ. ഈ കഴിഞ്ഞ നാളിലും മനീഷ് സിസോദിയയുടെ ജാമ്യം സുപ്രീം കോടതി അടക്കം തള്ളിയതാണ്. അല്ലാതെ എന്തുകൊണ്ടാണ് ഈ നിയമത്തിന്റെ ഒരു പ്രഹരശേഷി നമുക്കറിയാം. ഈ നിയമത്തിന്റെ ഒരു പ്രഹരശേഷി നമുക്കറിയാം. കാലാകാലങ്ങളിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലിടാൻ തക്ക പരുവമുള്ള ഈ നിയമം ഒരു തവണ എടുത്ത് കളഞ്ഞതാണ്. പിന്നീട് വിജ്ഞാപനത്തിൽ കൂടി ഈ കേന്ദ്രം അതിലേക്ക് വീണ്ടും ആഡ് ചെയ്തതാണ് ആ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ജാമ്യം. നാരായണ, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഈ പറയുന്ന പറഞ്ഞാൽ കേൾക്കാത്ത അരവിന്ദ് കെജ്രിവാളിനെ പാഠം പഠിപ്പിക്കണം, സംശയമില്ല. എന്റെ ചോദ്യം, ഈ പറയുന്ന മാപ്പുസാക്ഷിയുടെ വാക്കുകൾ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉള്ളതെങ്കിൽ ഈ മാപ്പുസാക്ഷി BJPക്ക് പണം കൊടുത്ത ആളാണെങ്കിൽ എങ്ങനെ വിശദീകരിക്കും BJP? സ്നേഹിത ഹഷ്മി, ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ചാനലിൽ ഒരു വാർത്ത വന്നായിരുന്നു. ED ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ചാരപ്രവർത്തനം നടത്തിയെന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വസതി റെയ്ഡ് ചെയ്തപ്പോൾ ഈ 2 ED ഉദ്യോഗസ്ഥന്മാർക്കെതിരായുള്ള അവരെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അവർ സ്പൈ വർക്കിന് അവർ വിധേയരായി, ED ഉദ്യോഗസ്ഥന്മാരെ പോലും എന്നുള്ള ഗുരുതരമായ ആരോപണം പോലുമാണുള്ളത്. ഇപ്പം കഴിഞ്ഞ ദിവസം ജാമ്യം കേട്ട കോടതി രാവിലെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു.
ഉച്ച കഴിഞ്ഞ് 3 മണിക്കൂർ വാദം കേട്ട് കഴിഞ്ഞപ്പോൾ തെളിവിന്റെ കുറിച്ച് കോടതിക്ക് തർക്കം ഉണ്ടായില്ലല്ലോ. സർ, നാരായണൻ നമ്പൂതിരി, നമ്മുടെ മുന്നിൽ പൊതുസമക്ഷത്തിലുള്ള അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിലുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊടുക്കാൻ ആവശ്യമായ രേഖകളിലൊക്കെയുള്ളത് ഈ പറയുന്ന അരവിന്ദോ ഫാർമയുടെയും ശരത്ചന്ദ്ര റെഡ്ഡിയുടെയും മൊഴി മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ. എൻ്റെ ചോദ്യം, ഇയാളെ പ്രതിപ്പട്ടികയിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പോഴൊന്നും ഇയാൾ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടിട്ടേ ഇല്ല. പിന്നീട് ഇയാൾ 5 കോടി ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ BJP കൊടുക്കുന്നു. ഇയാൾ പ്രതിപ്പട്ടികയിൽ നിറങ്ങുന്നു, മാപ്പുസാക്ഷിയാകുന്നു. പെട്ടെന്ന് പൊട്ടിവീഴുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പേര്. തൊട്ടു പിന്നാലെ വീണ്ടും BJPക്ക് ബോണ്ട് വഴി പണം കൊടുക്കുന്നു. ഇതിനെ എങ്ങനെ BJP വിശദീകരിക്കുന്നതാണ് ചോദ്യം. അല്ല ഹഷ്മി, അല്ലല്ല പറയാം. നവംബർ മാസത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് പൈസ കൊടുത്തു. ആ പൈസ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം കൊടുത്തത് എങ്കിൽ 7 മാസം കഴിഞ്ഞ് ജൂൺ മാസത്തിലാണ് ജാമ്യം ലഭിക്കുന്നത്. 7 മാസം പൈസ 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് കൊടുത്തതിന്റെ പേരിലാണ് ജാമ്യമെന്നാണ് ഹാഷ്മി പറയുന്നതെങ്കിൽ, ആം ആദ്മി പറയുന്നെങ്കിൽ, പിന്നെ എന്തിനാ ഒരു 7 മാസം കൂടെ ജയിലിലിടുന്നത്? പുറത്തിറക്കാമല്ലോ. ഇത് ജൂണിലാണ് ജാമ്യം കൊടുക്കുന്നത്. അപ്പൊ മദ്യനയ അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരുത്തന്റെ പണം BJPയുടെ കയ്യിലുണ്ട്. 15 ദിവസം മാപ്പുസാക്ഷിയായതിനു ശേഷം പിന്നെയും ഒഴുകി BJPയിലേക്ക് കോടികൾ. എന്നിട്ട് ഈ ശരത്ചന്ദ്ര റെഡ്ഡി സ്വമേധയാ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറഞ്ഞു എന്ന് വിശ്വസിക്കണം എല്ലാവരും, അല്ലേ നമ്പൂതിരി സാറേ? ഹഷ്മി, ഞാനൊന്ന് ഒന്നെങ്കിൽ എന്നെ പറയാൻ കേട്ടിട്ട് നിങ്ങൾ ചോദിക്കണം. നവംബർ മാസത്തിൽ ഒരു ബോണ്ട് കൊടുക്കുന്നു. ജൂൺ മാസത്തിലാണ് ജാമ്യം കിട്ടുന്നത്. എപ്പോ? മാപ്പുസാക്ഷിയാകാൻ തയ്യാറാകുമ്പോൾ. മാപ്പുസാക്ഷിയായി ആകാൻ തയ്യാറാണെന്ന് കോടതിയിൽ എഴുതി കൊടുത്താൽ ആ ആളുകൾക്ക് ജാമ്യം കൊടുക്കാറുണ്ട്. മാപ്പുസാക്ഷിയാകാൻ തയ്യാറായ ആളുകളെ ജയിലിൽ ഇടാറില്ല. അത് കേരളത്തിൽ ഒരിടത്തുമില്ല. അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ രീതിയാണ്. ആ മാപ്പുസാക്ഷിയാകാൻ തയ്യാറാണെന്ന് എഴുതിയപ്പോ ജൂണിൽ ജാമ്യം കൊടുക്കും. അത് 7 മാസം നിങ്ങൾ പറയുന്നത് ലോജിക് ഉണ്ടാകണമെങ്കിൽ നവംബറിൽ കൊടുത്തു. ഒരു ബോണ്ട് കൊടുത്താൽ 15 ദിവസത്തിനുള്ളിൽ അത് ബാങ്കിൽ ഹാജരാക്കണം. ആ ബോണ്ട് വാങ്ങുന്ന രാഷ്ട്രീയ പാർട്ടി 15 ദിവസത്തിനുള്ളിൽ അത് ബാങ്കിൽ ഹാജരാക്കി ആ ബോണ്ട് എൻകാഷ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ബോണ്ടിൽ അടച്ച തുക പ്രധാനമന്ത്രി. നമുക്ക് ബോണ്ടിലേക്ക് ചർച്ചയിലേക്ക് പിന്നെ പോകാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. പക്ഷേ ഈ പറയുന്ന ജാമ്യം കിട്ടാനെടുക്കുന്ന, മാപ്പുസാക്ഷിയാകാനെടുക്കുന്ന കാലതാമസമാണ് അങ്ങയുടെ പ്രതിരോധ കവചമെങ്കിൽ എത്രത്തോളം ദുർബലമാണ് നാരായണൻ? ഞാൻ അങ്ങനെയൊക്കെ എത്തും. ശ്രീ VT ബൽറാം, ഈ മനീഷ് സിസോദിയ എന്താ ഹഷ്മി, ഞാൻ പറയുന്നതിനെ താങ്കൾക്ക് ന്യായീകരിക്കാൻ എങ്ങനെ വേണേൽ ന്യായീകരിക്കാം. 7 മാസം കഴിഞ്ഞാണ് മാപ്പുസാക്ഷിയാകാമെന്ന് എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ പറയുന്നത് ഈ പറയുന്ന എന്താണ് പ്രധാന പ്രതി എന്ന് പറഞ്ഞൊക്കെ അറസ്റ്റ് ചെയ്ത ഒരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയ ഒരു പാർട്ടിയാണ് വന്നിരുന്നത്. അഴിമതി വിരുദ്ധ കീർവാണം നടന്നതല്ലേ? ഈ പറയുന്ന മദ്യനയ അഴിമതിയിലെ പ്രധാന പ്രതി എന്ന് ഈ റെഡ്ഡി മാത്രമല്ല, വേറെ റെഡ്ഡി ഉണ്ട്, രാഘവ റെഡ്ഡി. മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ റെഡ്ഡി മാത്രമല്ല, ഇത് അറസ്റ്റ് എവിടെ തുടങ്ങുന്ന എവിടെയാണ്? അറസ്റ്റ് ഈ പറയുന്ന റെഡ്ഡിയിലും വേറെ രാഘവ റെഡ്ഡിയിലുമാണ്. ഈ റെഡ്ഡി BJPക്ക് പണം കൊടുത്തു. ആ റെഡ്ഡി മാപ്പുസാക്ഷിയെ പുറത്തിറങ്ങി TDPയുടെ ടിക്കറ്റ് ലോങ് ഗോളിൽ മത്സരിക്കാൻ പോവാ. ഇപ്പോ BJPക്ക് പലരും പണം കൊടുക്കാറുണ്ട്. BJPയുടെ പണം കൊടുത്തത് ഇലക്ട്രൽ ബോണ്ട് വഴി നിയമപരമായി ബ്ലാക്ക് മണി അല്ലാതെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. ബ്ലാക്ക് മണിയല്ല, ക്യാഷായി ബാങ്ക് സ്വീകരിക്കില്ല. ശരി നാരായണ നമ്പൂതിരി, ഇനി ആ നിയമം എന്ന് പറയല്ലേ, അത് ഭരണഘടനാ വിരുദ്ധ പണമാണ്. ശരി, ഇനി നിയമം ഇനി ആ നിയമം എന്ന് പറയല്ലേ? ശരി, ഇനി ആ നിയമം എന്ന് പറയല്ലേ? അന്ന് നിയമപരമായിരുന്നു, ഇപ്പോഴത്തെ ഭരണഘടനാ വിരുദ്ധ പണമാണ്. ശരി, ഇപ്പൊ അത് ഭരണഘടനാ വിരുദ്ധ പണമാണ്, അവിശുദ്ധ പണമാണ് ഇപ്പോൾ അത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ VT ബൽറാം, മനീഷ് സിസോദിയ കഴിഞ്ഞ ഒക്ടോബറിൽ കോൺഗ്രസ് കൈപ്പറ്റിയത് അവിശുദ്ധ പണം, സംശയമില്ല. എന്താ തർക്കം? ലഭിച്ചതും ഭരണഘടനാ വിരുദ്ധമാണോ? എന്താ തർക്കം? രാജ്യത്തൊരു നിയമം നാരായണ നമ്പൂതിരി, എന്താ തർക്കം? ഭരണഘടനാ വിരുദ്ധ പണമാണ് അത്. ഭരണഘടനാ വിരുദ്ധ പണമാണ്. അനുസരിച്ച് ഒരു നടപടി നടക്കുമ്പോൾ കോടതി ആ നിയമം തെറ്റാണെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറയുന്നു ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്. നിയമപ്രകാരം ചെയ്ത കാര്യങ്ങൾ സുപ്രീം കോടതി പറയുന്നു, സുപ്രീം കോടതിയുടെ വാക്കുകളാണ് ലോ ഓഫ് ദ ലാൻഡ്, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ഈ ഇടപാട് അധമ ഇടപാടായിരുന്നു, അത് ഭരണഘടനാ വിരുദ്ധ ഇടപാടായിരുന്നു. ആ വാങ്ങിയ പണം അവിശുദ്ധ പണമാണ്. ട്രാൻസാക്ഷൻ തർക്കം എന്താണ്? അത് തർക്കം എന്താണ്? ട്രാൻസാക്ഷൻ
എന്ത് ട്രാൻസാക്ഷൻ? നാരായണ നമ്പൂതിരി സാറേ എന്തോ പറയുന്നത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംഗതി അതാരി ഇടപാടാണെന്ന് സുപ്രീം കോടതി പറയലാണ്. ഒരു അതാരി ഇടപാടാണ്, അത് ഭരണഘടനാ വിരുദ്ധ പണിയാണ്. അല്ലെങ്കിൽ അതെന്താണ്? അതൊരു പ്രതിഫലമായി, അത് പ്രതിഫലം കിട്ടാൻ വേണ്ടി മുതലാളിമാർ വീശി എറിയുന്ന പണമാണ് സുപ്രീം കോടതി പറഞ്ഞതാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശരി ശരി, ഞാൻ പറയുന്നത് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതിനകത്തൊരു പക്ഷേ ഇല്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അല്ലല്ലേ പറട്ടെ, പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് പണം എന്ന് പറഞ്ഞാൽ ചൈനീസ് എംബസി രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംഭാവന നൽകിയത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണോ? എന്ത് പ്രതിഫലമാ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും കോൺഗ്രസും ചൈനയ്ക്ക് നൽകിയത്? എന്ത് പ്രതിഫലമാ? നിങ്ങൾ 2471 കോടിയിൽ 2471 കോടിയിൽ 1691 കോടി ഇലക്ഷൻ ബോണ്ട് വന്നത് ED റെയ്ഡുകൾക്ക് പിന്നാലെയാണ്. 1751 കോടി കൊടുത്ത് ബിസിനസ് ഗ്രൂപ്പുകൾ കിട്ടിയത് 3.7 ലക്ഷം കോടിയുടെ കരാറുകളാണ്. സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയാണ്. അല്ല, അത് ബൽറാം പറയട്ടെ. ശരി, അത് ബൽറാം പറഞ്ഞോട്ടെ. പ്രതിഫലം പറ്റാനാണ് എങ്കിൽ ശരി, അത് ബൽറാം പറഞ്ഞോട്ടെ. അല്ലല്ല, എന്റെ ചോദ്യം നിങ്ങളോടാ, ഞാൻ ബലറാമിനോടല്ല. നിങ്ങളാണ് പറഞ്ഞത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ. ബൽറാം പറയട്ടെ, ഞാൻ ബൽറാമിനോട് പോവാം. സംഭാവന 1751 കോടി കൊടുത്ത ബിസിനസ് ഗ്രൂപ്പുകൾ കിട്ടിയത് 3.7 ലക്ഷത്തിന്റെ കോടിയുടെ കരാറുകളാണ്. എന്നിട്ട് അഴിമതി വിരുദ്ധത പറയും നിങ്ങൾ വന്നിരുന്നു. ഒരു നാണവും ഇല്ലാതെ. ശരി, നാരായണ നമ്പൂതിരി. സ്നേഹിത, അത് ഞാൻ പറഞ്ഞത്. അപ്പൊ കോൺഗ്രസിന് കിട്ടിയത്, ആരും ആയിക്കോട്ടെ, തൃണമൂലിന് കിട്ടിയത്, ആം ആദ്മിക്ക് കിട്ടിയത്, ഇതിലൊന്നും ആരും ആയിക്കോട്ടെ, അത് ഭരണഘടനാ വിരുദ്ധം കോടതി പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഈ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി. ആ നിയമം തെറ്റാണെന്ന് കോടതി പിന്നീട് പറഞ്ഞു. ആ നിയമത്തിന്റെ ശരി, അത് ഭരണഘടനാ വിരുദ്ധം എന്ന് കോടതി പറഞ്ഞാൽ അത് ആര് വാങ്ങിയാലും ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു നിയമത്തിൽ വിശ്വസിച്ച് ഒരു കാര്യം ചെയ്തതാ. ശരി ശരി, CVT ബൽറാം കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ കഴിഞ്ഞ അപ്പോട്ടെ അത് വിടാം. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശരി, ഞാൻ പറയുന്നതും താങ്കൾ പറയുന്നതും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അത് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധം സുപ്രീം കോടതി പറഞ്ഞാൽ അത് മുൻകാല പ്രാബല്യത്തിൽ ഭരണഘടനാ വിരുദ്ധം എന്നാണ് അർത്ഥം. അതിനപ്പുറം ഇല്ല. CVT ബൽറാം കഴിഞ്ഞ ഒക്ടോബറിൽ മനീഷ് സിസോദിയുടെ കള്ളപ്പണം വെളുപ്പിച്ച കുറ്റം സ്ഥാപിക്കാനായിട്ടുണ്ടോ? നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ട്രാൻസാക്ഷൻ കള്ളത്തരമാകില്ല. അങ്ങ് എന്ത് യുക്തിയില്ലാവാദമാണ് പറയുന്നത്? അങ്ങ് എന്തൊരു യുക്തിയില്ലാവാദമാണ് പറയുന്നത്? അങ്ങ് എന്തൊരു യുക്തിയില്ലാവാദം പറയുകയാണ് നാരായണ ആവർത്തിച്ച്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഈ വ്യവഹാരം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയലാണ്. ആ കോടതി വിധി ഒന്ന് വായിച്ചു നോക്കൂ. അങ്ങ്. ശരി, ഞാൻ അങ്ങനെ എത്താം. സാർ, അങ്ങ് കോടതി വിധി ഒന്ന് വായിച്ചു നോക്കൂ. കോടതി വിധി ഒന്ന് വായിച്ചു നോക്കൂ നാരായണ നമ്പൂതിരി. ഞാൻ അയച്ചു തരാം. ഞാൻ അയച്ചു തരാം അങ്ങേക്ക്. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ശരി, എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് അങ്ങ്. ശരി, അങ്ങയിലേക്ക് എത്താം. CVT ബൽറാം കോടതി പറയുകയാണ്. CVT ബൽറാം അന്ന് ഒക്ടോബറിൽ കോടതി പറയുകയാണ്, സിസോദിയുടെ പേരിലുള്ള ഇപ്പറയുന്ന അഴിമതി ആരോപണങ്ങളൊക്കെ കേട്ടുകേയുടെ അടിസ്ഥാനത്തിലാണ്. മാപ്പ് സാക്ഷികളുടെ സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്. വിചാരണ സമയത്ത് നിലനിൽക്കുന്ന വസ്തുതാപരമായ ഒരു തെളിവും CBI കേസിലില്ല. പ്രതിഭാഗം വിസ്താരത്തിൽ 2 ചോദ്യം ചോദിച്ചാൽ തീരുന്നവയാണ്. പറയുന്നത് ആം ആദ്മി പാർട്ടിയല്ല, ഇന്ത്യ സഖ്യമല്ല, രാഹുൽ ഗാന്ധി അല്ല. അന്ന് സുപ്രീം കോടതി പറഞ്ഞ സിസോദിയുടെ കാര്യത്തിൽ ഇപ്പോഴും അതേ സ്റ്റാറ്റസ് കോ തന്നെയാണ്. വീണ്ടും അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ. ആകെയുള്ളത് ഒരു മാപ്പ് സാക്ഷി. ആ മാപ്പ് സാക്ഷി BJPക്ക് പണം കൊടുത്തയാൾ. ബൽറാം, ഞാൻ ഈ വിഷയത്തിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും വളരെ കൗതുകപൂർവ്വം നിരീക്ഷിക്കാൻ സാധിച്ച ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഈ 21-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദമായിട്ടുള്ള എല്ലാ തെളിവുകൾ സഹിതം അതിൻ്റെ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അടക്കമുള്ള ബോണ്ടിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് SBI ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിച്ച് നാട്ടുകാർക്ക് മുമ്പിൽ അത് കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഡീറ്റെയിൽ പ്രസിദ്ധീകരിച്ചിട്ട് 1 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ED കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം ഇതെന്താണ് ഇതിൻ്റെ പുറകിലുള്ള ലക്ഷ്യമെന്നുള്ളത്. ഇലക്ട്രൽ ബോണ്ട് വിഷയം ചർച്ചയാവരുത്, അതിൽ നിന്ന് ആളുകളുടെ ജനശ്രദ്ധ തിരിക്കണം. നരേന്ദ്രമോദി സ്വിസ് ബാങ്കിലെ കള്ളപ്പണത്തിൻ്റെ ഡീറ്റെയിൽസ് ഇന്ത്യക്കാർക്ക് പകർന്നു തരും, മുഴുവൻ വിശദമാക്കും, സുതാര്യമാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നൊരു ഭരണാധികാരിയാണ്. അപ്പോൾ സ്വിസ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഇന്ത്യയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ് വന്ന ഒരാൾ
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് പുറത്തു വിടുന്നതിനെ ഇത്രത്തോളം ഭയക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ തന്ത്രം ഡിവൈഡ് ആൻഡ് റൂൾ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൂടെ അതേ തന്ത്രം തുടരുന്നതോടൊപ്പം ഡിസ്ട്രാക്ട് ആൻഡ് റൂൾ, ഡൈവേർട്ട് ആൻഡ് റൂൾ എന്ന പുതിയ 2 തന്ത്രങ്ങൾ കൂടി നരേന്ദ്രമോദി സ്വന്തമായിട്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രശ്നം. ഇവിടെ ഇലക്ട്രൽ ബോണ്ടിൽ BJPക്ക് കൈപൊള്ളിയിരിക്കുന്നു. ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള കമ്പനികൾ കള്ളക്കമ്പനികളാണ്, ഷെൽ കമ്പനികളാണ്. ഇപ്പോൾ ക്വിക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ആകെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്ട് 100-130 കോടി രൂപയാണ്. അവർ സംഭാവനയായി നൽകിയിരിക്കുന്നത് 400 കോടി രൂപയാണ്. അപ്പോൾ ഈ നിലയിലുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് എവിടേക്കാണ് ചെന്നെത്തുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ അറിയാം. കൃത്യമായിട്ടുള്ള ക്വിഡ് പ്രോക്കോ ഉണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ 3.8 ലക്ഷത്തോളം കോടി രൂപയുടെ കരാറുകൾ നേടിയ കമ്പനികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടിക്ക് സംഭാവനയായിട്ട് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ എനിക്കൊരു കറക്ഷൻ കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇതിലെ ഒന്നാമത്തെ ഇപ്പോഴത്തെ മാപ്പ് സാക്ഷിയായിട്ടുള്ള നേരത്തെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന ശരത്ചന്ദ്ര റെഡ്ഡി, അദ്ദേഹം 25 കോടിയല്ല നൽകിയത്. അദ്ദേഹത്തിൻ്റെ കമ്പനികൾ വഴി ഏതാണ്ട് 59.5 കോടി, 60 കോടിയോളം രൂപ BJPക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ആദ്യം ഒരു 4.5 കോടി നൽകി. പിന്നീട് ഇവിടെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ നവംബർ 2022 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട് 5 ദിവസത്തിനകം 5 കോടി അദ്ദേഹത്തിൻ്റെ അരവിന്ദോ ഫാർമ BJPക്ക് നൽകി. അതിനുശേഷം ഇവിടെ പറഞ്ഞതുപോലെ 2023 മെയ് മാസത്തിലാണ് അദ്ദേഹത്തിന് ബെയിൽ കിട്ടുന്നത്. ആ ബെയിൽ ആപ്ലിക്കേഷൻ സുപ്രീം കോടതിയിൽ ED എതിർത്തിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ EDയുടെ സമ്മതത്തോടു കൂടി അദ്ദേഹത്തിന് ബെയിൽ കിട്ടിയതിൻ്റെ 2 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അരബിന്ദോ ഫാർമയിലൂടെ മാത്രം 25 കോടി നൽകിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്ന മറ്റ് 2 കമ്പനികൾ വഴി APL ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കമ്പനി വഴി വീണ്ടും ഒരു 10 കോടി നൽകിയിട്ടുണ്ട്. യൂജിയ ഫാർമ എന്ന മറ്റൊരു കമ്പനി വഴി 15 കോടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 59.5 കോടി രൂപ ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ കേസിലെ പ്രതിയായിരുന്ന, ഇപ്പോൾ മാപ്പ് സാക്ഷിയാക്കി ഇവർ മാറ്റിയിരിക്കുന്ന ആൾ BJPക്ക് സംഭാവനയായി നൽകിയിരിക്കുന്നു. അതിൽ മഹാഭൂരിപക്ഷം 55 കോടി രൂപയോളം 50 കോടിയോളം രൂപ നൽകിയിരിക്കുന്നത് ഇദ്ദേഹത്തെ മാപ്പ് സാക്ഷിയാക്കിയതിന് ശേഷമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ നിലയിലുള്ള ഒരു തരത്തിലുള്ള ക്രെഡിബിലിറ്റി ഇല്ലാത്ത, വിശ്വാസ്യതയില്ലാത്ത ഒരാളുടെ മൊഴിയെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എത്രത്തോളം ഇവർക്ക് ഈ പറയുന്ന ഒരു അപായ ഭീതി രാഷ്ട്രീയമായി മണക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ തള്ളൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. നമ്മൾ 400 സീറ്റ് നേടും, 370 സീറ്റ് നേടും എന്നൊക്കെ നരേന്ദ്രമോദിയുടെയും ഇവരുടെയൊക്കെ അവകാശവാദം ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സ് എവിടെയാണ് എന്നിവർക്ക് അറിയാം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ചാണ് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താ കാരണം? നമ്മൾ ചർച്ച ചെയ്യുന്നല്ലേ. എന്താ കാരണം? 2017-18 വർഷത്തിൽ അന്ന് 199 കോടി രൂപ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ വന്നപ്പോൾ അതിൽ വെറും 14.5 ലക്ഷം രൂപ, കൃത്യമായി പറഞ്ഞാൽ 14,49,000 രൂപ അത് ക്യാഷ് ആയിരുന്നു. അത് ഞങ്ങളുടെ MLA-മാരും MP-മാരും ലെവിയായിട്ട് നൽകിയ, ക്യാഷായിട്ട് നൽകിയ പണമാണ്. ഈ 14.5 ലക്ഷം രൂപയുടെ പേരിലാണ് ആകെയുള്ള തുകയുടെ ഒരുപക്ഷെ 0.07% അതിലുള്ളൊരു ഡിസ്ക്രിപ്പൻസിയുടെ പേരിലാണ് 7 വർഷങ്ങൾക്ക് ശേഷം ഒരു രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്യുന്നത്. 199 കോടി രൂപയുടെ കാര്യത്തിലാണ് ഈ പറഞ്ഞ ഇതുള്ളത്. അതിൽ 210 കോടി രൂപയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. അതിൽ 115 കോടി രൂപ ഇതിനോടകം തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞു. വേറൊരു 250 കോടി രൂപ ഒന്നും തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചെലവുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. ഇത്രയധികം 94 കോടി മനുഷ്യരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തണം, സ്ഥാനാർത്ഥികളെ സഹായിക്കണം, പ്രചരണ സാമഗ്രികൾ നടത്തണം, ദേശീയ നേതാക്കന്മാർക്ക് സഞ്ചരിക്കണം, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ചെലവ് എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാർട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ചെലവ് കൂടുതലായിട്ടും വരും. അപ്പോൾ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ ഇവിടെ പാടില്ല. ഇത് അങ്ങേയറ്റത്തെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ഇവർ അധികാരത്തിൽ വന്ന സമയത്ത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം അവർ വിളിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് കൈയടിച്ച് ഇത് ഞങ്ങളെ ബാധിക്കുന്നതല്ല, കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്നതാണ്, കോൺഗ്രസ് കുറച്ചൊന്ന് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ച് കൈയടിച്ച് നിന്ന ആളുകളൊക്കെ ഇപ്പം മനസ്സിലാക്കിക്കൊള്ളണം, ഇത് കോൺഗ്രസ് മുക്ത ഭാരതത്തിലൊന്നും നിൽക്കില്ല. പ്രതിപക്ഷ മുക്ത ഭാരതം
ജനാധിപത്യത്തിലേക്ക് ശരി, ഞാൻ എത്താം, ശ്രീ ബൽറാം. നീക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവരും കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി ലാൽകുമാർ, നമ്മൾ നേരത്തെയും ED ചർച്ചകൾ പറയാറുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ എക്സ്പ്രസിന്റെ അടക്കം ഏറ്റവും ഒടുവിലെ കണക്ക് വരും 2014 മുതൽ 22 വരെയുള്ള ED കേസെടുത്ത് 121 രാഷ്ട്രീയക്കാരിൽ 116 പേരും പ്രതിപക്ഷ നേതാക്കളാണ്. ബാക്കി എല്ലാ കേസിലൂടെ ഉള്ളതാണ് വേറെ 5 പേർ. BJP ക്യാമ്പിലേക്ക് ചേക്കേറിയാൽ സുവേന്ദു അധികാരിക്കെതിരെ കേസ് ആവിയാവും. തപസ് റോയി, മുകുൾ റോയ്, ഹിമന്ത ബിശ്വ ശർമ്മ അഴിമതിയെപ്പറ്റി ശ്രീ നാരായണ നമ്പൂതിരിയുടെ പാർട്ടി ബുക്ക്ലെറ്റ് ഇറക്കിയതാണ് കേട്ടോ. ഇപ്പൊ പരിശുദ്ധൻ അവരുടെ മുഖ്യമന്ത്രിയാണ്. അജിത് പവാർ, നാരായൺ റാണെ കാവിക്കൂടാരത്തിൽ കയറി പരിശുദ്ധരായ കേസ് ആവിയായവർ ഒരുപാട് പേരാണ്. അത് ആ തുടർച്ചയിൽ ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മാത്രം മുൻപ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ആദ്യം പ്രതിയാക്കപ്പെട്ട് പേര് പറയാതിരുന്ന് പിന്നീട് മാപ്പുസാക്ഷിയെ പ്രതിയാക്കപ്പെട്ടൊരുത്തിന് വാക്ക് മാത്രം കേട്ടുപിടിച്ച് അകത്തിടുകയാണ്. ഒരു ബ്ലഡ് ചില്ലിംഗ് എഫക്ട് ഉണ്ടാകേണ്ടതല്ലേ എൻ ലാൽകുമാർ? ഹാഷ്മി, ജോയിന്റ് BJP അവോയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിലേക്ക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം മാറിയിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. നോക്കൂ, പ്രധാനമായി ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് നടക്കേണ്ട ഒരു കാര്യമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി ബേസിക് സ്ട്രക്ചറായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും വലിയ വാല്യൂ ഉള്ള ഒരു കാര്യമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക എന്നുള്ളത്. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വെക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ ഈ പറയുന്ന രാജ്യം ഉണ്ടായി റിപ്പബ്ലിക് ആയ ശേഷം ആദ്യമായിട്ടുണ്ടെന്ന് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്, അത് ഒരു സ്ക്രൂപ്പിൾസും ഇല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നു. ഇപ്പോൾ ബൽറാം സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ പറയുന്ന ഓരോ പാർട്ടികളും നമ്മൾ രാജ്യത്തെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ പാർട്ടി, വലിയ പാർട്ടി, ഓരോരുത്തരെയും അവരുടെ നേതാക്കന്മാരെയും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ച് PMLA ഉപയോഗിച്ച് ഹണ്ട് ചെയ്യുന്ന ഒരു കാഴ്ച രാജ്യം കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേൾക്കുകയായിരുന്നു. ഒരു നേതാവ് എനിക്ക് ഇനി ജയിലിൽ കിടക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് പോകുകയെന്ന് പറയുക. അപ്പോൾ അത്രത്തോളം ഡ്രക്കോണിയനായിട്ട് എക്സിക്യൂട്ടീവ് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടാണ് രാജ്യം കടന്നു പോകുന്നത്. ഇപ്പം തന്നെ ഒരു സെമി ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ BJPക്കുള്ളിലുള്ള ആൾക്കാരുണ്ടല്ലോ, BJP വാഴ്ത്തി നരേന്ദ്രമോദിയെ വാഴ്ത്തി സംസാരിക്കുന്ന ആൾക്കാർക്ക് പോലും കിടക്കപ്പുറതി ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അവർ പറയാൻ ഭയന്നിട്ട് മാറി നിൽക്കുകയാണ് പലപ്പോഴും നടക്കുന്നത്. നമ്മൾ വിഭാവനം ചെയ്ത രാജ്യം, ഭരണഘടന വിഭാവനം ചെയ്ത രാജ്യത്ത് ഒരാൾ ഇങ്ങനെയല്ല പെരുമാറുന്നത്. ഇതൊരു രാജാവിനെ പോലിരുന്ന് പെരുമാറുകയും ബാക്കിയുള്ളവരെല്ലാം സബ്സൈഡ് ചെയ്യുക, അവർക്ക് ഒരു കാര്യവും പറയാൻ പറ്റാത്ത, ഒരു കാര്യവും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നു. നിങ്ങൾ നോക്കൂ, വളരെ പ്രധാനമായി കാണേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് എല്ലാ പാർട്ടിക്കും ഷെയർ കിട്ടി, CPM ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടിക്കും ഷെയർ കിട്ടി. ഇതിനകത്ത് BJPക്ക് കിട്ടുന്ന പണത്തിന് ഒരു ഡേഞ്ചർ ഉണ്ട്, കൂടുതൽ ഡേഞ്ചർ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് ബൽറാം പറഞ്ഞ പോലെ ക്വിഡ് പ്രോ ക്യൂ എന്ന് പറയുന്നത് സംതിങ് ഇൻ റിട്ടേൺ. നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിന് റിട്ടേൺ കൊടുക്കാൻ എന്ത് ശക്തിയുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സ്റ്റേറ്റ് ഭരിക്കുന്ന, ഈ രാജ്യം ഭരിക്കുന്ന BJPക്കുള്ള ശക്തി വളരെ കൂടുതലാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. താങ്കൾ സൂചിപ്പിച്ച ഈ പറയുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസിനെ കുറിച്ചും EDയുടെ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻട്രോഗേഷൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തുക, സമൻസ് അയക്കുക, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഈ പറയുന്ന ആള് ED മുഖാന്തരം ഏതാണ്ട് ഇപ്പം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. യഥാർത്ഥത്തിൽ ഇതിൽ കൂടുതൽ പ്രഷറൈസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർഗമുണ്ടോ? നിങ്ങൾ EDയെ ഒരു BJPയുടെ ഒരു ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യം കടന്നു പോകുന്നത്. അങ്ങനെ ഇംപാർഷ്യലായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസി ഈ പറയുന്ന BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഒരു സംശയവും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിപ്പം 100 മണിക്കൂർ ഈ ചർച്ച നയിച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന 4 പേരും BJPയുടെ ആളും ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിലും നമ്മൾ പറയുന്നതാണ് ശരി, അതിന് ഒരു മാറ്റവും ഇല്ല. ശരിയുടെ ശബ്ദം കുറഞ്ഞു പോകുന്നുണ്ടാകാം, പക്ഷേ ശരിയായിട്ട് തന്നെ നിലനിൽക്കും, അതിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം കറപ്ഷൻ ചാർജ് ചെയ്തിട്ടുള്ള ഇപ്പോൾ കോൺഗ്രസോ മറ്റ് പാർട്ടിക്കാരോ ഏത് പാർട്ടിക്കാരെ തന്നെ നിങ്ങൾ എടുക്കൂ, അവരെ ഇപ്പുറത്ത് മറുകണ്ഠം ചാടിക്കഴിഞ്ഞാൽ അവർക്കെതിരെയുള്ള ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ നിൽക്കുന്നു. ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് BJPക്കാരനായിട്ടുള്ള ഒരു അഴിമതിക്കാരനില്ല. നിങ്ങൾ നോക്കൂ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ 140 കോടി ജനങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന പേരിൽ ഈ ഡ്രക്കോണിയൻ നിയമം പാർലമെന്റിൽ ഉണ്ടാക്കിയത് വാജ്പേയിയുടെ കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇമ്പോസ് ചെയ്ത് ആൾക്കാർക്ക് കിടക്കപ്പുറത്ത് ഇല്ലാത്തൊരു കാര്യമായിട്ട് വരിക.
അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ നോക്കൂ, ഇവർ ബാക്കിയുള്ളവരെ എല്ലാം ഒരു കാരണവശാലും നിലം തൊടാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്കെതിരെ എന്നുള്ളതാണ്. ഈവൻ കോടതി പോലും ഒരു പരിധിവരെ ഹെൽപ്ലെസ് ആണ്. കാര്യം വിൽ ഓഫ് ദ ലെജിസ്ലേച്ചർ ആണ് സ്റ്റാറ്റ്യൂട്ട്. ഒരു സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഒരു നിയമം എന്ന് പറഞ്ഞാൽ വിൽ ഓഫ് ദ ലെജിസ്ലേച്ചർ ആണ്. വിൽ ഓഫ് ദ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ വിൽ ഓഫ് ദ പീപ്പിൾ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരാൾക്ക് അധികാരത്തിന്റെ ഭൂരിപക്ഷം കിട്ടി എന്നുള്ള ഒറ്റ കാരണത്താൽ നിങ്ങൾ ഈ പറയുന്ന മറ്റു കക്ഷികളെ എല്ലാം ഇല്ലാതാക്കുക. ആ ഇല്ലാതാക്കുന്ന പ്രോസസ്സിൽ നിങ്ങൾക്കെതിരെ ഈ PMLA ആക്ട് ഉപയോഗിക്കാനായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരു BJP-കാരനില്ല എന്നുള്ളതാണ്. അതെന്നാ ഇല്ലാത്ത? ഈ രാജ്യത്തെ BJP-കാരെല്ലാം രാമന്റെ സ്വഭാവമുള്ള ആൾക്കാരാണോ? രാമരാജ്യത്ത് രാമന്റെ സ്വഭാവമുള്ള ആൾക്കാരാണോ? അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പുറത്ത് നിന്ന ഓപ്പോസിഷന്റെ ഭാഗത്ത് നിന്ന രാഷ്ട്രീയക്കാരെ ഈ കള്ളത്തരം കാണിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അടുക്ക് വരുമ്പോഴെങ്ങനെയാണ് നിങ്ങൾ ആ കേസൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നത്? ഈ പറയുന്ന അനീതിയുടെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ഈ രാജ്യത്ത് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇത് ഒരു ഈവൻ പ്ലേയിങ് ഫീൽഡ് അല്ല. ഒരു അൺഈവൻ പ്ലേയിങ് ഫീൽഡിൽ നമുക്ക് പലപ്പോഴും ജയിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് പണപരമായി നിങ്ങൾ മുന്നിലാണ്, ഏജൻസിപരമായി നിങ്ങൾ മുന്നിലാണ്. എല്ലാ സിസ്റ്റവും ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് ഇതായിട്ട് ഇമ്പാർഷ്യലായിട്ട് ആക്ട് ചെയ്യേണ്ട ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും ഓരോ ഓർഗനൈസേഷനെയും ഉപയോഗിച്ച് നിങ്ങൾ അതിന്റെ അഡ്വാൻറ്റേജ് നേരിടുക. ഫെയർ ഇലക്ഷൻ ആദ്യത്തെ പോയിന്റിലേക്കാണ് പോകുന്നത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കണം. ശരി, ഞാൻ ഇപ്പോ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഭുയാൻ പറയുന്നത് എന്താണെന്ന് അറിയാം. ഇപ്പൊ പറയുന്നത് അല്പസമയം മുമ്പാണ്, PMLA is a potent weapon in the fight against tainted money, but a weapon loses its potency if it is over-applied or even misused. If that happens, there may be negative perceptions about the actions of the ED and by extension the PMLA. Justice Bhuyan എന്ന് പറഞ്ഞാൽ ഇത് കള്ളപ്പണത്തിൻ്റെ ആയുധമാണ്, പക്ഷേ ആയുധം വല്ലാതെ ദുരുപയോഗിച്ചാൽ അതിൻ്റെ പൊട്ടൻസി നഷ്ടമാകും എന്ന് പറയുകയാണ്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, എന്താണ് പണം വാങ്ങി പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാകൂ എന്ന സ്കീം പ്രകാരമാണെങ്കിൽ പണം വാങ്ങി അപ്പോൾ തന്നെ ജാമ്യം കിട്ടി പുറത്തു പോകാൻ എന്തിനാണ് 7 മാസത്തെ കാലതാമസം? നാരായണ നമ്പൂതിരിയുടെ ചോദ്യത്തിന് മറുപടി. അതോടൊപ്പം തന്നെ സർ വേറൊരു അപ്രൂവറുണ്ട്, പേരെന്താണ്? മകുന്ദ രാഘവ റെഡ്ഡി TDPയിൽ ചേർന്നു, ഓങ്കോൾ സീറ്റ് കിട്ടുന്ന ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കേസിലെ പ്രധാന പ്രതി എന്ന നിലയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് രാഘവ റെഡ്ഡി. ഇതൊക്കെ നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത എന്താണ് ശ്രീ വിനോദ് മാത്യു? അല്ല, അതിനെപ്പറ്റിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, PMLA ആക്ടിനെ പറ്റി. ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രീ VT ബൽറാമും മറ്റ് പാനലിസ്റ്റും പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അദ്ദേഹം BJPയുടെ വക്താവ് പറഞ്ഞതിനകത്തുള്ളൊരു പ്രധാന പ്രശ്നം എന്താണ്? അപ്രൂവർ എപ്പോഴായി ജാമ്യം കിട്ടിയതിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയല്ലല്ലോ. 2022 വർഷം നവംബർ 10 തീയതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഡേറ്റ് കൃത്യമാണല്ലോ. 5 ദിവസം കഴിഞ്ഞപ്പോൾ 5 കോടി രൂപ ഈ പറയുന്ന മനുഷ്യൻ BJPക്ക് ഇലക്ട്രൽ ബോർഡ് വഴി 5 കോടി രൂപ കൊടുത്തു അറസ്റ്റിന് ശേഷം. 2023 9 മെയ് മാസം അദ്ദേഹത്തിന്റെ ബെയിൽ ED ഒപ്പോസ് ചെയ്തില്ല, ബെയിൽ കിട്ടി. എന്തായിരുന്നു കണ്ടീഷൻ? ബെയിൽ കിട്ടി പുറത്തിറങ്ങുമ്പോൾ അരവിന്ദ് കേജ്രിവാളിനെ സംസാരിക്കണം, അപ്രൂവർ ആവണം. 2 ജൂൺ 2023 അദ്ദേഹത്തെ അപ്രൂവർ ആക്കി. 8-ാം തീയതിയും 2023 നവംബർ 8-ാം തീയതി 25 കോടിയും അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനി 25 കോടിയും കൊടുത്തു. അദ്ദേഹമാണ് ആദ്യത്തെ അപ്രൂവർ. ആ മൊഴിയെടുത്തോണ്ടാണ് കേജ്രിവാളിനെ പിടിക്കാൻ വന്നേക്കുന്നത്. അടുത്തത് രാഘവ റെഡ്ഡി. അദ്ദേഹം ആരാ? ഇവിടെ സൂചിപ്പിച്ചു. ഫെബ്രുവരി 23 11-ാം തീയതി EDയുടെ മെയിൻ അക്യൂസ്ഡ് ഈ മനുഷ്യനാ, ഈ പറയുന്ന രാഘവ റെഡ്ഡി. ജൂലൈ 2023 അദ്ദേഹത്തിനും ബെയിൽ. 8-ാം തീയതി സെപ്റ്റംബർ 2023 അപ്രൂവർ. 16-ാം തീയതി മാർച്ച് അദ്ദേഹം TDP ജോയിൻ ചെയ്തു. NDAയുടെ കാൻഡിഡേറ്റ്. ഈ 2 അപ്രൂവറാണ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് അല്പം സമയം തരണം. എന്തായിരുന്നു ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ? കിൻ പിന്നാണ്, ആരോപണമാണ്, തെളിയിക്കണം. പക്ഷേ ഒരു കണക്ക് പറയുന്നുണ്ട്. 600 കോടി രൂപയുടെ വരുമാനം നേരിട്ട് ഗോവൻ ഇലക്ഷനിലേക്ക് കൊടുത്തു. ഇന്നലെ 600 കോടി രൂപയിലേക്ക് വന്നു ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ. പക്ഷേ അങ്ങനെയല്ലല്ലോ കേസുണ്ടായത്. 100 കോടി രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞാണ് കേസുണ്ടായത്. ആ 100 കോടി രൂപയുടെ കേസുമായിട്ട് നേരെ ചെന്നു സുപ്രീം കോടതിയിൽ. ആ കണക്കൂടെ ഞാനൊന്ന് പറയാം, ആ ഫാക്ട്സ് കൂടെ ഒന്ന് പറയാം, പബ്ലിക് ഡൊമൈനിൽ അതുണ്ടല്ലോ. 100 കോടി രൂപ 2022 ഗോവൻ ഇലക്ഷനിൽ ചെലവാക്കിയെന്നായിരുന്നു കേസ് തുടങ്ങാം. 3 മാസത്തിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു. ഇന്ത്യയിലുടനീളം പല റെയ്ഡുകൾ നടത്തി, ഗോവയിലും ഡൽഹിയിലും ചോദ്യങ്ങൾ ചെയ്തു. 3 മാസത്തിന് ശേഷം ഈ പറയുന്ന സുപ്രീം കോടതി ചെന്നിട്ട് പറഞ്ഞെന്താ അറിയുമോ? 19 ലക്ഷം രൂപയാണ് ഗോവയിൽ ഇൻ ക്യാഷ് ആയിട്ട് തെരഞ്ഞെടുപ്പിൽ ചെലവാക്കിയതെന്ന്. 100 കോടി രൂപയുടെ കേസെടുത്തിട്ട് അത് നേരിട്ട് ഗോവൻ തെരഞ്ഞെടുപ്പിൽ പോയി എന്ന് പറഞ്ഞ് കേസുണ്ടാക്കിയതിനു ശേഷം പിന്നീട് പറയുന്നു 19 ലക്ഷം രൂപയാണെന്ന്. സുപ്രീം കോടതി പറഞ്ഞു പറ്റത്തില്ല, ക്ലാരിറ്റിയിൽ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അതിനുശേഷം സിസോദിയുടെ ബെയിൽ ആപ്ലിക്കേഷൻ വന്നപ്പോൾ കോടതി പറഞ്ഞു പ്രൈമാ ഫേസി ഫാക്ച്വലുകളുണ്ട്, there is lack of clarity. ഇതാണ് സുപ്രീം കോടതി നിരീക്ഷണം. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ്, അടുത്ത കേസ് രാജേഷ് ജോഷി 20 കോടി രൂപ കൊടുത്തു എന്നായിരുന്നു കേസ്.
ഡൽഹി കോടതി അതും പറഞ്ഞു ഇത് ജെനുവിൻ ഗ്രൗണ്ട് അല്ല, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. മൂന്നാമത്തെ കേസ് ഗൗതം മൽഹോത്ര 2.5 കോടി രൂപ എടുത്തു, അതും ഡൽഹി കോടതി കഴിഞ്ഞു. അപ്പൊ സിസോദിയുടെ അടുത്തെന്തായിരുന്നു? സിസോദിയുടെ കയ്യിൽ നിന്ന് പിടിച്ച 14 ഫോണുകൾ അദ്ദേഹം തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോഴും അതിലെ 5 ഫോണുകൾ ഇവരുടെ കയ്യിലുണ്ട്, അത് വർക്കിംഗ് ആണ്. ഇനിയും അടുത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഫാക്ട് അവിടെ നിൽക്കട്ടെ, ഈ പറയുന്ന BJP വക്താവിനോട് ചോദ്യം, ED-യുടെ പ്രേമത്തെ പറ്റി വല്ലാണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ സർ. ഇന്ന് മലയാള മനോരമയടക്കം മാതൃഭൂമി അടക്കം വലിയൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിലെ കൊടൽപ്പണ കേസ് ED സ്നേഹത്തെ പറ്റിയല്ല, എന്റെ ഒരു ആരോപണമാണ്. അതിന് മറുപടി അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമെങ്കിൽ പറഞ്ഞാൽ മതി. എന്താണ് ആദായ നികുതിയുടെ ഉദ്യോഗസ്ഥനായിരുന്ന ദാസ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത്? പണം കണ്ടെടുത്തതായിട്ട് അറിവില്ല, അങ്ങോട്ട് കേട്ടറിവില്ല, പണം പോയതായിട്ട് കേസില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. കേരള പോലീസ് കൗണ്ടർ ചെയ്തിട്ട് പറഞ്ഞ എന്താ അറിയാമോ? ഞങ്ങൾ ആദായ വകുപ്പിനെ മാത്രമല്ല ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന NDAയുടെ ഘടകകക്ഷിയായി മാറ്റേണ്ട ED-ക്കും ഞങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തു, ആദായ വകുപ്പിനും കൊടുത്തു, ഇലക്ഷൻ കമ്മീഷനും പണം പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇന്നും ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് എന്തായിരുന്നു കേസ്? കർണാടകയിൽ നിന്ന് നിയമസഭാ ഇലക്ഷനിൽ 4 കോടി കൊണ്ടുവന്നതിൽ 3 കോടി അടിച്ചോണ്ട് പോയി. ആ കേസിലെ പ്രധാനപ്പെട്ട 19 സാക്ഷികൾ BJPയുടെ ആൾക്കാരാണ്, BJPക്കാരാണ്. ആ കേസിലെ 19 സാക്ഷികൾ പ്രതികൾ, ഇത് പലരെയും പിടിച്ചിട്ടില്ല. ആ പണം പോയിട്ടില്ല എന്ന് തെളിവുണ്ടോ? ആ പണം പോയിട്ടില്ല BJPക്കാരൻ ആരോപണമുണ്ടോ? ED-ക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഈ ED എന്താ ഈ കുഴൽപ്പണ കേസ് അന്വേഷിക്കാത്തെ? അപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേജ്രിവാളിനെ പിടിക്കുമ്പോൾ, കോൺഗ്രസുകാരെ പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ മതേതര ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യ സഖ്യമുണ്ടാക്കി ഈ ഫാസിസ്റ്റ് ശക്തികളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന ഒരു ജനാധിപത്യ ചേരി ഉണ്ടാകുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്ന് നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ അരവിന്ദ് കേജ്രിവാളിനെ എന്നേക്കുമായിട്ട് അകത്തിടണം. ഇലക്ഷൻ സമയത്ത് അദ്ദേഹം പുറലോകം കാണാൻ പാടില്ല. കാരണം അദ്ദേഹം നേരിട്ട് ആക്രമിക്കുന്നു ഈ നരേന്ദ്രമോദിയെ. നിങ്ങൾ കള്ളനാണെന്ന് പറയുന്നു, നിങ്ങൾ അഴിമതിക്കാരനാണെന്ന് പറയുന്നു, നിങ്ങൾ ഈ രാജ്യം നശിപ്പിക്കുകയാണെന്ന് പറയുന്നു. നേർക്ക് നേർന്ന് പോരാടുന്ന ഒരു മനുഷ്യൻ ഇലക്ഷൻ സമയത്ത് പുറത്തുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് PMLA ആക്ട് എന്ന് പറയുന്ന ആക്ട് ഇട്ടിരിക്കുന്നത്. അതിന് ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ അഴിമതി നിരോധനമായിരുന്നു ഉദ്ദേശമെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? അപ്പൊ ഇവർ ഈ പറയുന്ന 2 അപ്രൂവറെ വെച്ച് 2 ഒരു കേസ് ബിൽഡ് ചെയ്ത് പറഞ്ഞു. നാരായണ നമ്പൂതിരി ഈ കൊടകര കുഴൽപ്പണ കേസാണെങ്കിൽ കോടതിയിലേക്ക് വന്നു. ഇത് ED അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ED-യോട് കോടതി പലയാവർത്തി ചോദിച്ചു. ED അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ലാസ്റ്റ് കോടതി കടുപ്പിച്ചു. ED ലാസ്റ്റ് പകുതി മനസ്സോടുകൂടി ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. സാക്ഷാൽ ഹർജിക്കാനും ഒഴിവോ ഇതുവരെ ED എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അത് ആ തലയണിക്കടിയിൽ പൂഴ്ത്തി സുഖ ഉറക്കത്തിലാണ് കൊടകരയിലേക്ക് വരുമ്പോൾ ED. കേജ്രിവാളിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പോട്ടെ, താങ്കൾ അതിന് മറുപടി പറയാമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഈ 2022 നവംബർ 10 അറസ്റ്റിലാകപ്പെടുന്ന ഇയാൾ 5-ാമത്തെ ദിവസം BJPക്ക് ബോണ്ട് രൂപത്തിൽ പണം കൊടുക്കാനിടയ സാഹചര്യം എന്താണ് നാരായണ നമ്പൂതിരി? അല്ല, ഈ കൊടകര സംഭവത്തിൽ നമുക്കെന്താ ബന്ധം? വിനോദ് മാത്യു തന്നെ പറയുന്നത് കൊടകര സംഭവത്തിൽ BJPക്കാരൻ സാക്ഷിയാണെന്നാണ്. അതിലെ പൈസ പറയൂ. എന്താ വിനോദേ, സാക്ഷിയാകുന്നതും പ്രതിയാകുന്നതും രണ്ടും രണ്ടാണ് സർ. എനിക്ക് വയ്യ. അത് സാക്ഷിയാണെന്നാണ് പറഞ്ഞുള്ളത്, പ്രതിയല്ല. പൈസ പോയിട്ടില്ല, പൈസ എടുത്തിട്ടില്ല. BJPക്കാരാണ് സാക്ഷികൾ, കേസിലെ സാക്ഷികൾ BJPക്കാരാ. അതന്നെ ഞാനും പറഞ്ഞത്. BJPയുടെ തലയിൽ എന്തിനാന്ന് വയ്ക്കുന്ന മുഖ്യമൂളി അന്വേഷിക്കാൻ നേറ്റതല്ലേ? എവിടെ അന്വേഷണം? അത് മുഖ്യമൂളി കഷ്ടപ്പെട്ട് അന്വേഷിക്കാൻ നേറ്റു. അത് മാത്രമല്ല സാർ, അല്ല പറയട്ടെ ചോദ്യം കേട്ടാ ഞാൻ ഈടിയുടെ വക്കീലാന്ന് തോന്നുമല്ലോ. സുരേന്ദ്രൻ പണം ഞാൻ ഈടിയുടെ വക്കാലത്താന്ന് തോന്നുമല്ലോ. എനിക്ക് ഈടിയുടെ വക്കാലത്തില്ല. ഒരൊറ്റ വൈറ്റ് നിയമിച്ചോട്ടെ, ഒരൊറ്റ വൈറ്റ് നിയമിച്ചോട്ടെ, ഒരൊറ്റ ബൈറ്റ് നിയമിച്ചോട്ടെ സാറേ, ഒറ്റ ബൈറ്റ് നിയമിച്ചോട്ടെ. മീനാക്ഷിയിലേക്ക് പറഞ്ഞു നിയമിക്കാം. अरे ईडी एक मिनट शांत रहो, तुम्हारे घर ना ईडी आ जाए. नहीं नहीं, अरे मजाक की बात है. നാരായണ നമ്പൂതിരി സാറേ, മീനാക്ഷിയിലേക്ക് പറയുകയാണ് അധികം കളിക്കല്ലേ, വീട്ടിൽ ED വരുമെന്ന്. നിങ്ങൾക്ക് വക്കാലത്തുണ്ട്, അതുകൊണ്ടാണല്ലോ മീനാക്ഷിയിലേക്ക് സഭയിൽ പറയുന്നത്. അത് മീനാക്ഷിയിലേക്ക് നാരായണ നമ്പൂതിരിയുടെ സമയമാണ്. സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞാൻ ED ആണോ, ED അന്വേഷിക്കണമോ അല്ലയോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ഞാൻ കൊടകര കേസിനെ കുറിച്ച് ഞാൻ എന്ത് പറയും? ED അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ.
നത്തിങ് മോർ. അല്ല സർ, സഭയിൽ ബഹളം വെച്ചാൽ ഇ ഡി വരും എന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് വരട്ടാവെങ്കിൽ ഇ ഡി നിങ്ങളൊരു ബന്ധുവെന്ന് പറഞ്ഞ കളയല്ലേ നാരായണ നമ്പൂതിരി? ഞാൻ പറഞ്ഞ ആ നേതാവ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാവിന് ഇത്തവണ സീറ്റ് കൊടുത്തിട്ടുമില്ല. അല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? നിയമവിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? മീനാക്ഷിയിലേക്ക് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട വനിതാ മുഖമാണ്. അവർ സഭയിൽ പറയുകയാണ് കളിക്കരുത്, വീട്ടിൽ ഇടി വരും. ഞാൻ എന്തിനാണ് അത് നിങ്ങൾ മീനാക്ഷി സഭയിൽ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന്റെ ഫലം അവരനുഭവിക്കും. അവർക്ക് ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ല. അതൊന്നും പാർട്ടി ഓൺ ചെയ്തിട്ടില്ല, ഗവൺമെന്റ് ഓൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സഭ പോലെ പരമോന്നതമായ ഒരു പീഠത്തിലിരുന്ന് പറയുകയാണ്, രാജ്യത്തെ സഭ പോലെ ഒരു പരമോന്നത സ്ഥലത്തിരുന്ന് പറയുകയാണ് മീനാക്ഷിയിലേക്ക് കളിക്കല്ലേ, വീട്ടിൽ ഇടി വരും. അതിനർത്ഥം എന്താണ്? സഭ പോലെ പരമോന്നതമായ ഒരു പീഠത്തിൽ നിന്ന് നിരുത്തരവാദപരമായി പറഞ്ഞാൽ അതിന്റെ ഫലം അവരനുഭവിച്ചു. അവർക്ക് ബി.ജെ.പി അവരെ ഓൺ ചെയ്യുന്നില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അവർ പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ അല്ല. നിരുത്തരവാദപരമായ ഒരു കാര്യം പറയേണ്ട സ്ഥലമല്ല സഭ. അവർ പറഞ്ഞു അവർക്ക് ഇത്തവണ അതുകൊണ്ട് കൂടിയാവാം സീറ്റ് നിഷേധിച്ചിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് കൊടകര എൻ്റെ വിഷയമല്ല, ഞാൻ ഇ ഡിയുടെ വക്കാലത്തുമല്ല. ഞാൻ ചോദിച്ചു 9 മാസം 9 സമൻസ് അയച്ചു. എന്തുകൊണ്ടാണ് ഒരു അന്വേഷണ ഏജൻസിയുടെ 9 സമൻസ് കിട്ടിയിട്ട് ഹാജരാകാത്തത്? ഈ സത്യസന്ധതയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതെന്താ ഇദ്ദേഹം ഡൽഹിയിൽ മുഖ്യമന്ത്രി എല്ലാ ഭരണഘടനയ്ക്കും എല്ലാ നിയമങ്ങൾക്കും അതീതമാണോ? ഒരു സമൻസ് അയച്ചപ്പോൾ എനിക്ക് വിഭാസന ക്യാമ്പിന് പോകണം. ഒരു സമൻസ് കിട്ടിയപ്പോൾ എനിക്ക് മധ്യപ്രദേശ് സെലക്ഷന് പോകണം. ഇതാണോ ഒരു സമൻസിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള? വിഭാസന ധ്യാനത്തിന് പോകുന്നതാണോ സാർ ഒരു സമൻസിൽ നിന്ന്? സമൻസ് ശരി, കള്ളമായിക്കോട്ടെ, കള്ളമാണെന്ന് പറയാമല്ലോ. ഇ ഡിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാമല്ലോ. എന്തേ മറുപടി കൊടുക്കാത്തത്? 9 വട്ടം പോയല്ലോ. ഇനി അതവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രിയപ്പെട്ട ബലറാമിനോടാണ് ചോദിക്കാനുള്ളത്. ബലറാം, അങ്ങ് വളരെ ജനാധിപത്യം അതൊക്കെ പറഞ്ഞല്ലോ. ഈ 22 ജൂൺ മാസം 3-ാം തീയതി താങ്കളുടെ പാർട്ടിയുടെ ഡൽഹി പ്രദേശ് കമ്മിറ്റി ക്രൈംബ്രാഞ്ചിനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ ക്രൈംബ്രാഞ്ചിന്റെ പരാതിയെ തുടർന്ന് താങ്കളുടെ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അജയ് മാക്കൻ, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി, ഒരു പത്രസമ്മേളനം നടത്തി. താങ്കളുടെ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് സുപ്രിയ ഷിൻഡെ ഒരു പത്രസമ്മേളനം നടത്തി. അവരാരോപിച്ചത് 100 കോടി രൂപ ഗോവയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ലിക്കർ ഗേറ്റിൽ നിന്നെടുത്ത സംഭരിച്ച 100 കോടി രൂപ വിനിയോഗിച്ചു എന്ന് കോൺഗ്രസിന്റെ ആരോപണമുള്ളതാണ്. കോൺഗ്രസ് 22 ജൂൺ മാസം 3-ാം തീയതി നൽകിയ പരാതി പിൻവലിക്കാൻ തയ്യാറാകുമോ? ഇത്രയൊക്കെയാണ് ശരിയാണെങ്കിൽ ആ പരാതി അടിസ്ഥാനമില്ല, ഞങ്ങളന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി ആയതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ പോരെ? ഒരു ആരോപണം, ഒരു പരാതി റിട്ടേൺ കംപ്ലൈന്റ് ആണല്ലോ നിങ്ങൾ ഡൽഹിയിൽ ക്രൈംബ്രാഞ്ച് രാകേഷ് അസ്താനയ്ക്ക് അഡ്രസ് ചെയ്തുകൊണ്ട് നൽകിയത്. DPCCയുടെ അധ്യക്ഷൻ, ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഒപ്പിട്ട് നൽകിയ പരാതിയാ. ആ പരാതി നിങ്ങൾ പിൻവലിക്കുമോ സാർ? ആ പരാതി നിലനിൽക്കെ നിങ്ങളുടെ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും പാർട്ടിയുടെ ഓൾ ഇന്ത്യ വക്താവും അടങ്ങുന്ന ആളുകൾ ആരോപണം, ഷീലാ ദീക്ഷിത്തിന്റെ മകൻ അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചപ്പോൾ, ഷീലാ ദീക്ഷിത് ഇപ്പോൾ ശരിയാണ്, അരവിന്ദ് കെജ്രിവാൾ വളരെ നല്ലവനാണ്. ഈ ഷീലാ ദീക്ഷിത്തിന്റെ പേരിലുള്ള അഴിമതിയുടെ ട്രങ്ക് കണക്കിന് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്നായിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നത്. ഷീലാ ദീക്ഷിത്ത് ഡൽഹി കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിയാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ബലറാമേ, ഈ അരവിന്ദ് കെജ്രിവാൾ ഷീലാ ദീക്ഷിത്തിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാൻ തയ്യാറാകുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ 2 വള്ളത്തിൽ ചവിട്ടുന്ന എന്തിനാണ് ബലറാം? കോൺഗ്രസ് പാർട്ടി വേട്ടക്കാരന്റെ ഒപ്പം നിൽക്കുകയും എരയോടൊപ്പം കരയുകയും ചെയ്യുക. നിങ്ങളാണ് ആദ്യം പരാതി കൊടുത്തത്. കോൺഗ്രസ് ആണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഇന്ത്യ അലയൻസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പരാതിയില്ല. രാഹുൽ ഗാന്ധി ആന്ധ്രാപ്രദേശിൽ വരുമ്പോ തെലങ്കാനയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്താ? ലിക്കർ ഗേറ്റ്, അഴിമതി, ഡൽഹി. രാഹുൽ ഗാന്ധി പറയുന്നു. എന്തേ ഇപ്പോ മിണ്ടാത്തത്? കഴിഞ്ഞ തെലങ്കാന തെരഞ്ഞെടുപ്പിൽ കണ്ടതല്ലേ സാർ? ആ തെരഞ്ഞെടുപ്പിൽ BRSനെ ഉന്നം വെച്ചുകൊണ്ട്, ആപ്പിനെ ഉന്നം വെച്ചുകൊണ്ട് പറഞ്ഞതല്ലേ? എന്തിനാണ് പഞ്ചാബിലെ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റിന് എതിരായി നിലപാട് സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാ? ഇപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നു സാർ.
നമുക്ക് സത്യസന്ധമായി പോവാം. ശരി, നമുക്ക് അരവിന്ദ് ബലറാമൻ ചോദിക്കാം. കേജ്രിവാള് അഴിമതി കാണിച്ച ആളാണെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ തുല്യനാണെങ്കിൽ അരവിന്ദ് കേജ്രിവാൾ തുല്യനാകണം. അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലായിട്ട് മാസങ്ങളായി ഇതുവരെ അരാറാത്തൽ തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇഡിക്കും സിബിഐക്കും. അരാറാത്തലിന്റെ തെളിവ് കാര്യം കൂടി ബലറാം ടാക്സിനെ കുറിച്ച് പറഞ്ഞു. അതെന്താ കോൺഗ്രസ് പാർട്ടിക്ക് ഈ നികുതി റിട്ടേണും ഒന്നും കൊടുക്കണ്ടേ? ഈ രാജ്യം തീരെഴുതി കിട്ടിയതാണോ സർ? നിയമം കോൺഗ്രസ് പാർട്ടിക്കും ഒരു ഇൻഡിവിജ്വലിനും ഒരുപോലെ. കോൺഗ്രസ് പാർട്ടി പറയുന്നു ഞങ്ങൾക്കിടെ പൈസ മുഴുവൻ ഫ്രീസ് ചെയ്തു. കഴിഞ്ഞ ദിവസമുള്ള ദേശീയ പത്രത്തിലൊക്കെ പരസ്യമില്ല കൊടുത്തല്ലോ. 2 രൂപ പോലും കയ്യിലില്ലെന്നാണ്. പണം മൊത്തം ഫ്രീസ് ആക്കിയിട്ട് എങ്ങനെയാണ് പരസ്യത്തിന് പണം അല്ലേ? ശരി, അപ്പൊ കാശ് മൊത്തം പൂട്ടിയിട്ടും നിങ്ങൾക്ക് പരസ്യത്തിന് പണം ഇടുന്നതാണ് ചോദിക്കാം. ബലറാമനോട് ചോദിക്കാം. ഞാൻ പറയട്ടെ, അല്ലല്ല ഞാനൊന്ന് ഹഷ്മി ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്ക് കയറി എന്നെ സമാധാനത്തോടെയാണ് ഇൻട്രോ. ഞാൻ സത്യത്തിൽ ആ ദിലീപിന്റെ CID മൂസ കണ്ടിരിക്കുന്നത് പോലെ അങ്ങയുടെ ഇൻട്രോയും കേട്ടിരുന്നു. ബലറാമേ, ഈ ഇൻകം ടാക്സിന്റെ റിട്ടേൺ സമയത്തിന് കൊടുക്കണോ? നിങ്ങൾ കൊടുക്കാനുള്ള പിഴയടക്കം നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത തുകയെ മാത്രമല്ലേ ഫ്രീസ് ചെയ്തിട്ടുള്ളൂ? നിങ്ങൾ കോടതിയിൽ പോയല്ലോ, ഹൈക്കോടതി ഫ്രീസ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞോ? നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഉത്തരവ് കിട്ടിയോ? ഈ രാജ്യത്തെ കോടതി സംവിധാനങ്ങൾ അടക്കം നിങ്ങളുടെ പ്രയർ തള്ളുകയല്ലേ? ശരിയാണ്. എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ ഫ്രീസ് ചെയ്തു, 2 രൂപ പോലും ഇല്ല എന്ന് പറയുന്ന ഈ കള്ളം പറഞ്ഞു നടക്കുന്നത് സമീപനം ശരിയാണ്. ഇപ്പൊ മീനാക്ഷിയിലേക്ക് സഭയിൽ CID മൂസയിലെ കണക്കെ ഒരു വില കുറഞ്ഞ തമാശ എന്ന് പിന്നീട് ഒരു ഇളിഭ്യയോട് ചിരിയോടുകൂടി പറഞ്ഞല്ലോ നാരായണ നമ്പൂതിരി. അവർ പറഞ്ഞ മര്യാദകേടിനെതിരെ എന്തെങ്കിലും നടപടി ഇതുവരെ ഉണ്ടായോ? അവർ പറഞ്ഞ മര്യാദകേടിനെതിരെ അതിനെ ഡിസോൺ ചെയ്ത് ഏതെങ്കിലും BJP രംഗത്തെത്തിയോ? എന്തെങ്കിലും നടപടി ഉണ്ടായോ? എന്നിട്ട് ഇപ്പൊ സീറ്റ് നിഷേധിച്ച് അതുകൊണ്ടാകാം എന്ന് നാരായണ നമ്പൂതിരി പറയുകയാണ്. CID മൂസയല്ല ജനാധിപത്യം സാർ, CID മൂസയല്ല ജനാധിപത്യം. CID മൂസയല്ല ജനാധിപത്യം. സഭയിൽ അവർ പറഞ്ഞ മര്യാദകേടിന് ഏതെങ്കിലും BJP ഡിസോൺ ചെയ്തോ? ഏതെങ്കിലും BJP ഡിസോൺ ചെയ്തോ? സഭാനാഥൻ ഡിസോൺ ചെയ്തോ? ആരെങ്കിലും ഡിസോൺ ചെയ്തോ? എന്തെങ്കിലും നടപടി ഉണ്ടായോ? എന്നിട്ട് ഇപ്പൊ നാരായണ നമ്പൂതിരി സാർ ഇവിടെ വന്നിരുന്ന് പറയുകയാണ് സീറ്റ് നിഷേധിച്ചത് ഈ പറയുന്ന അന്നത്തെ പ്രസ്താവന കൊണ്ടാണെന്ന്. CID മൂസയിലെ തമാശ പറയല്ലേ നാരായണ നമ്പൂതിരി? ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ VT ബൽറാം, CID മൂസയിലെ തമാശ പറയല്ലേ? സഭയിൽ നടക്കുന്ന പ്രസ്താവനക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ സാർ? BJPയിലെ ഏതെങ്കിലും നേതാവ് പറഞ്ഞോ? പാർട്ടി നടപടി സ്വീകരിക്കും. പാർട്ടി നടപടി സ്വീകരിച്ചോ? BJPയിലെ ഏതെങ്കിലും നേതാവ് തള്ളിപ്പറഞ്ഞു മീനാക്ഷിയിലേക്ക്? എന്നിട്ട് ഇപ്പൊ ഒന്ന് പറയുകയാണ് സീറ്റ് നിഷേധിക്കാൻ കാരണം അന്ന് ED വീട്ടിൽ കയറുമെന്ന് പറഞ്ഞാണ്. ആണോ? ഉത്തരവാദിത്വം മീനാക്ഷിയിലേക്ക് ഏറ്റെടുക്കും. മീനാക്ഷിയിലേക്ക് പാർട്ടി മീനാക്ഷിയിലേക്ക് സീറ്റ് ഇത്തവണ നിഷേധിച്ചിട്ടുണ്ട്. അതിന് കാരണം പ്രസ്താവനയാണോ? മന്ത്രിമാർ. അതിന് കാരണം ED പ്രസ്താവനയാണോ? അങ്ങനെയാണെങ്കിൽ അന്ന് BJP തള്ളിപ്പറയണമായിരുന്നു. അന്ന് ഏതെങ്കിലും BJP നേതാവ് പറയണമായിരുന്നു. സഭയിൽ പ്രധാനമന്ത്രി തിരുത്തണമായിരുന്നു. അങ്ങനെയൊന്നും അല്ല, വെറുതെയെങ്കിലും തിരുത്തണമായിരുന്നു. അങ്ങനെയൊന്നും അല്ല, ED നമ്മുടെ സഖ്യകക്ഷി അല്ലല്ലോ എന്ന് വെറുതെയെങ്കിലും പറയണമായിരുന്നു. ഹഷ്മി ഞാനൊന്ന് പറയട്ടെ, ഈ CBI അടങ്ങുന്ന അന്വേഷണ ഏജൻസികൾ കൂട്ടിലിട്ട തത്തയാണെന്ന് സുപ്രീം കോടതി പണ്ട് പറഞ്ഞത് കോൺഗ്രസിന്റെ ഭരണകാലത്ത്. ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു കോടതി ഈ BJP സർക്കാർ ഈ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കോടതിയുടെ ഏതെങ്കിലും ഒരു പരാമർശം കാണിക്കാമോ? ശരി, ഒന്നുമില്ല. ഈ 121 കേസുകളിൽ 116 പേരും പ്രതിപക്ഷ നേതാക്കളാണ് എന്ന കണക്ക് ബോധ്യപ്പെടുത്തുന്നില്ല. 4.2% കൺവിക്ഷൻ റേറ്റ് അങ്ങ് ബോധ്യപ്പെടില്ല. ഞങ്ങൾ ശ്രീ VT ബൽറാം ഇപ്പൊ നാരായണ നമ്പൂതിരി നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം എന്താണ്? അവിടെ അന്ന് ഞാൻ ഡൽഹിയിൽ ശരി 10 വർഷം 1 ലക്ഷം കോടി രൂപ. ശരി കൺവിക്ഷൻ റേറ്റ് 91%. സാർ 5000 ചില്ലുവാന കേസിൽ 29 കേസാണ്. 5000 ചില്ലുവാന കേസിൽ 29 കേസാണ് ഡിസ്പോസ് ചെയ്തത്. 94%.
ചുമ്മാ പറയല്ലേ ചുമ്മാ പറയല്ലേ കേസിന്റെ ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. കേസ് തള്ളിപ്പോയിട്ടില്ല. ശരി ശരി, ഞാൻ വി ടി ബൽറാമിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ശരി, ഞാൻ വി ടി ബൽറാമിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ചുമ്മാ പറയല്ലേ സാറേ, അങ്ങനൊന്നും അല്ല. 5000 കേസ് 29 കേസാണ്. എത്ര 0.42 കൺവെൻഷൻ റേറ്റ്. സമയം അദ്ദേഹത്തിന് നിങ്ങൾ കൊടുത്തുകൊണ്ട് ശരി ശരി, ഞാൻ ബൽറാമിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വി ടി ബൽറാം, ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അവിടെ നിന്ന് എന്താണ് രാംലീല മൈതാനിയിലെ അണ്ണാ ഹസാരെ മൂവ്മെന്റിൽ നിന്നും പിന്നെ ഒരു ചെറു സംഘമായി പാർട്ടിയായി അത് അതിൻ്റെ പ്രവർത്തനകാലങ്ങളിൽ ഉടനീളം അത് അധികാരം പിടിക്കുന്നത് വരെ അതിൻ്റെ പിന്നാലെ നടന്ന് നേരിൽ കണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണ് ഞാൻ. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വേരോടിക്കുന്നത് കോൺഗ്രസിനെ അടിപടലം ഇല്ലാതാക്കിക്കൊണ്ടാണ്. സ്വാഭാവികമായും നിങ്ങൾക്ക് അവിടെ പകയുണ്ട്, പക ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ പക പെട്ടെന്ന് മാഞ്ഞു പോകുന്ന പകയാണോ? അതാണ് നേരത്തെ നാരായണൻ നമ്പൂതിരി ചോദിച്ച ചോദ്യത്തിൻ്റെ കാതൽ. ബൽറാം, ആം ആദ്മി പാർട്ടിയുമായും മറ്റ് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ. അക്കാര്യത്തിൽ നിഷേധിക്കാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്താണ് രാജ്യം എന്ന് നേരിടുന്ന ഫാഷിസ്റ്റ് ഭീകരത, ഏകാധിപത്യ പ്രവണത, ഇന്ത്യൻ ഭരണഘടന പോലും അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന സാഹചര്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി ഇന്ത്യയിൽ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഡൽഹിയിൽ പ്രതിപക്ഷത്താണ്. ഡൽഹിയിൽ പ്രതിപക്ഷത്തുള്ളപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം അവിടെ ഉയർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. ഞാനത് നിഷേധിക്കുന്നില്ല, ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ അത് എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യാജ സാക്ഷികളെ വെച്ചുകൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിലയിലല്ല. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, തെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് ഇത്രയും ആഴ്ചകൾ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റിന് വേണ്ടി കാരണമാക്കുന്നത് എന്താ, ആ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ശ്രീ നാരായണൻ നമ്പൂരി ഇങ്ങോട്ട് പറഞ്ഞ ചോദ്യം തന്നെയാണ് അങ്ങോട്ടും പറയാനുള്ളത്. കാരണം നേരത്തെയും പാനലിസ്റ്റുകൾ മറ്റു പലരും സംസാരിച്ചു, BJP എന്ന് പറയുന്നത് ഒരു വലിയ വാഷിംഗ് മെഷീനാണ്. അവരിലൂടെ കടന്നുപോയാൽ എല്ലാ അഴിമതിയും വെളുപ്പിച്ചു കൊടുക്കപ്പെടും. ഇവിടെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം ശാരദ ചിറ്റ് ഫണ്ടിൽ കേസിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം നേരിടുന്ന ആളാണ് ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം BJPയിലേക്ക് മാറി, BJPയുടെ മുഖ്യമന്ത്രിയായി, അദ്ദേഹത്തിനെതിരെ അന്വേഷണമില്ല. അജിത് പവാർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ നേതാവ്, അദ്ദേഹത്തിനെതിരെ എനിക്ക് തോന്നുന്നു 40,000 കോടി രൂപയുടെ മറ്റാണ് അഴിമതി ആരോപണം നരേന്ദ്രമോദി തന്നെ ഉന്നയിച്ചത്. ഇപ്പോൾ BJPയുടെ ഒപ്പം ചേർന്നു, അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയില്ല. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ കുറിച്ചും ഇപ്പോൾ ഇവർ അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാറിയ പ്രയോറിറ്റി, അവർ എങ്ങനെയാണോ ഇന്നലകളിൽ ആ പാർട്ടിയുമായി ഡീൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഗോവ ഇലക്ഷൻ, അതോടൊപ്പം ഗുജറാത്ത് ഇലക്ഷനിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഗുജറാത്ത് ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി ഏതാണ്ട് 13% വോട്ട് നേടി. പ്രത്യേകിച്ചും കച്ച് മേഖലയിൽ കോൺഗ്രസിന് അനുകൂലമായി കിട്ടേണ്ടിയിരുന്ന വോട്ട് ഷെയറിനെ ഭിന്നിപ്പിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് BJP ഇത്തവണ അധികാരത്തിൽ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പരമാവധി ഉപയോഗിക്കാൻ ഇവർ തയ്യാറായി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. 2021 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസാണ്. പോകാനും കഴിഞ്ഞു, ക്ഷമിക്കണം. എന്തായാലും അന്ന് കേരളത്തിൽ ഡൽഹി സമരവേദിയിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു കാര്യം പറയുന്നുണ്ട്, കാലത്തിന്റെ ചക്രം മാറും, അന്ന് അധികാരത്തിലേക്ക് നിങ്ങൾ താഴേക്കിറങ്ങും, പ്രതിപക്ഷത്താകും, അന്നും ഈ നിയമങ്ങൾ അവിടെയുണ്ട്, അന്ന് കാണാം എന്നൊരു വാക്ക് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. കാത്തിരുന്ന് കാണാം, കാലത്തിന്റെ കുത്തൊഴുക്കല്ലേ. എൻകൗണ്ടർ പൂർണ്ണമാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.